നമ്മുടെ കർത്താവിൻ്റെ വലുതും പരിശുദ്ധവുമായ നാമം ഈ വീഡിയോയിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. വിവിധ കാലയളവുകളിൽ ഈ വീഡിയോയുടെ പ്രേക്ഷകരായി കടന്നു വരുന്ന സകല പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ശക്തിയും ബലവും നൽകി ക്രിസ്തുവിൽ നിങ്ങളെ ഉറപ്പിച്ച് വഴി നടത്തുന്നതിന് ഈ സന്ദേശം സഹായകമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തമ്പനയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ ശത്രുവിൻ്റെ പദ്ധതികളെ അഥവാ പിശാചിന്റെ പദ്ധതികളെ അബദ്ധമാക്കുന്ന ദൈവിക പദ്ധതി എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തെ പ്രമേയമാക്കിക്കൊണ്ടാണ് ഈ സന്ദേശം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെത്തുമ്പോൾ അവിടെ വിദ്വാൻമാരുടെ സന്ദർശനവും അതുണ്ടാക്കിയ പൊല്ലാപ്പുമെല്ലാമാണ് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ കഥാതന്തു എന്ന് പറയുന്നത്. ഈ അധ്യായത്തിന് നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. യേശുവിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നത് പോലെ, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ക്രിസ്തു യേശുവിന്റെ ജനനം എന്നതുപോലെ, നിങ്ങളും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് നിങ്ങളെക്കുറിച്ച് ഡിസൈൻ ചെയ്ത, നിങ്ങളെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയ ഒരു ദൈവമുണ്ട് എന്ന ഒരു വസ്തുത നമ്മൾ ബോധ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ അധ്യായം നാം വായിച്ച് പരിശോധിക്കുമ്പോൾ യേശുവിന്റെ ജനനത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിദ്വാൻമാർക്ക് ലഭ്യമായ ആ ഉൾക്കാഴ്ച തൽഫലമായി യഹൂദന്മാരുടെ രാജാവായി പിറന്ന ശിശുവിനെ കാണേണ്ടതിനും ആ ശിശുവിന് കാഴ്ചകൾ അർപ്പിച്ച് ആ ശിശുവിനെ നമസ്കരിക്കേണ്ടതിനും കിഴക്ക് ദേശത്തുനിന്ന് യാത്ര പുറപ്പെട്ട ഈ സംഘം ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹെരോദാവ് അതുവരെയും ഈ വസ്തുത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വലിയ ഉൾക്കിടിലമാണ് ഈ ചോദ്യം ഹെരോദാവിന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തത്. ഹെരോദാവിന്റെ പണ്ഡിത സഭ പൊടുന്നനെ സമ്മേളിച്ചു. ഈ ശിശു എവിടെയായിരിക്കും ജനിക്കുക എന്നത് ശാസ്ത്രിമാരും പരീശന്മാരുമായ ആളുകൾ വേഗത്തിൽ കണ്ടെത്തി രാജാവിനോടും വിദ്വാൻമാരോടും പറഞ്ഞു, അത് ബെത്ലഹേമിലാണ്. അങ്ങനെ ബെത്ലഹേമിലേക്ക് പോകുവാൻ വേണ്ടി കൊട്ടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ വിദ്വാൻമാർ അവരുടെ കണ്ണുകളെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ അവർ സാക്ഷ്യം വഹിക്കുകയാണ്. കിഴക്ക് തങ്ങൾ കണ്ട നക്ഷത്രം ഇപ്പോൾ ഇതാ അവർക്ക് വഴികാട്ടിയായി വന്നിരിക്കുകയാണ്. ഇതുവരെ ഈ നക്ഷത്രം സഞ്ചരിക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ ലോകത്താരും കണ്ടിട്ടുണ്ടാകത്തില്ല. എന്നാൽ അത്ഭുതകരമായ ഒരു കാഴ്ചയ്ക്ക് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. അവർക്ക് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, സന്തോഷം വറ്റി വരണ്ടുപോയ ജീവിതമാണോ നിങ്ങൾ? സമാധാനം അന്യമായി പോയ ജീവിതമാണോ നിങ്ങൾ? ജീവിതത്തിൽ ഇനി ഒരിക്കലും എൻ്റെ ഹൃദയത്തിലേക്ക് സന്തോഷം തിരികെ വരികയില്ല എന്ന് ചിന്തിച്ച് എല്ലാ നക്ഷത്രങ്ങളും അസ്തമിച്ചു പോയതുപോലെ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയതുപോലെ നിങ്ങൾ ജീവിതത്തിൽ വല്ലാതെ തകർന്നിരിക്കുകയാണോ? നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അണിഞ്ഞുപോയ പ്രത്യാശയുടെ അനുഭവങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന വസ്തുത ഈ സന്ദേശത്തിലൂടെ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിദ്വാൻമാർ ആ കൊട്ടാരത്തിൽ നിന്ന് ശിശുവിരിക്കുന്ന വീട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രയ്ക്ക് മുമ്പായി രാജാവ് പറഞ്ഞിരുന്നു, ഹെരോദാവ് പറഞ്ഞു, നിങ്ങൾ ആ വീട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ശിശു എവിടെയാണ് കഴിയുന്നത് എന്ന വസ്തുതയൊക്കെ എന്നെ ധരിപ്പിക്കണം മടക്ക യാത്രയിൽ. എന്നാൽ സ്വപ്നത്തിൽ ആ വിദ്വാൻമാർക്ക് അരുളപ്പാടുണ്ടായി, നിങ്ങൾ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകരുത്. അദ്ദേഹം വളരെ കൗശലക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. യേശുവിനെ നമസ്കരിക്കേണ്ടതിനായിരുന്നില്ല, ശിശുവിനെ നമസ്കരിക്കേണ്ടതിന് വേണ്ടി ആയിരുന്നില്ല വിദ്വാൻമാരോട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. തന്റെ രാജസ്ഥാനത്തിന് ഭീഷണിയായി തീർന്നേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് യേശുവിനെ വകവരുത്തണം എന്നുള്ള ചിന്തയായിരുന്നുവല്ലോ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വിദ്വാൻമാർക്ക് ഇങ്ങനെ അരുളപ്പാടുണ്ടാകയിൽ അവർ മറ്റൊരു വഴിയായി അവരുടെ സ്വദേശത്തേക്ക് കടന്നു പോകുക നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശിശുവിന് ഹെരോദാവ് ദോഷം ചിന്തിച്ചു എന്ന് വസ്തുത യേശുവിന്റെ പിതാവിന് ജോസഫിന് ദൈവം നൽകി കൊടുക്കുകയാണ്. വേഗത്തിൽ മിസ്രൈമിലേക്ക് പലായനം ചെയ്തു പോകുക എന്ന അരുളപ്പാടാണ്
അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഈ നിർദ്ദേശം കേട്ടപ്പോൾ ത്വരിതഗതിയിൽ തന്റെ യാത്രയ്ക്ക് കോപ്പുകൂട്ടി അതിവേഗതയിൽ താൻ മിസ്രൈമിൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അങ്ങനെ അത്ഭുതകരമായി ആ കുടുംബം പരിരക്ഷിക്കപ്പെടുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് നമ്മൾ അവിടെ വായനക്കാരനാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദൈവത്തിന്റെ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യാൻ പൗരാണിക കാലഘട്ടം മുതൽ തന്നെ പിശാച് എല്ലാവിധമായ സന്നാഹങ്ങളോടുകൂടെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പുരാതന വിശുദ്ധന്മാരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പിശാച് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ വായിച്ചറിയുവാൻ കഴിയും, വിശുദ്ധ ബൈബിളിൽ തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ അതൊന്നും ദൈവിക പദ്ധതികളെ കടക്കൽ കത്തിവെച്ച് അതിനെ എന്നേക്കുമായി മുച്ചൂട് മുടിച്ചു കളയുവാൻ പിശാചിന് സാധിക്കുകയുണ്ടായിരുന്നില്ല. ദൈവം തന്റെ ജ്ഞാനത്തിൽ ദൈവിക പദ്ധതികൾ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്ന അതിനയനാനന്ദമായ കാഴ്ചയ്ക്ക് വേദപുസ്തകം പഠിക്കുന്ന ഒരു ശ്രോതാവ് അത് വിധേയമാകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ശത്രുവിന്റെ പദ്ധതികൾ ഫലിക്കുകയില്ല, ശത്രുവിന്റെ ആയുധങ്ങൾ ഫലിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവിക പദ്ധതിയിൽ നടക്കുന്ന, ദൈവത്തിന്റെ പ്ലാനിൽ അത് ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്ന, ദൈവത്തിന്റെ പരിപാലനത്തിന് കീഴിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെ ദൈവം എത്ര അതിശയകരമായ വണ്ണമാണ് സൂക്ഷിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ ദൈവം തന്റെ ജനത്തെ കരുതുന്നതിനെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആഭിചാര യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണ വിദ്യ ഇസ്രായേലിനോട് ഫലിക്കയില്ല എന്ന് സംഖ്യാപുസ്തകം 23-23 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട ഒരു വിശുദ്ധനാണെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ, അതിനു മുമ്പേ നിന്നെ തകർക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ സർവ്വസന്നാഹങ്ങളോടുകൂടെ പിശാച് കച്ചകെട്ടി ഇറങ്ങിയാലും അത് ഒരിക്കലും നടപ്പാകയില്ല എന്ന കൃത്യമായ ബോധ്യമല്ലേ ഈ തിരുവെഴുത്ത് നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വെച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെട്ട് അത് വാടിപ്പോകേണ്ടതില്ല. നിങ്ങളെ കാക്കുന്ന ദൈവത്തിൽ, നിങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ അതേ ശക്തരായി തീരണം, ആത്മധൈര്യമുള്ളവരായി തീരണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകനായ യെശയ്യാവ് തന്റെ പുസ്തകം 54-17 ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുകയാണ്: നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല എന്ന മനോഹരമായ സന്ദേശമാണ് പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്. യെശയ്യാവ് ജീവിച്ചിരിക്കുന്നത് യേശു കർത്താവ് ജനിക്കുന്നതിനും 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. യേശുവിന്റെ ജീവിതവുമായി ഇതിനെ, ഈ വാക്യത്തെ ഒന്ന് ബന്ധിപ്പിച്ച് ഈ സന്ദേശം ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയും, നിനക്കെതിരായി ഒരു ആയുധം ഫലിക്കുകയില്ല. ഹെരോദാവ് തന്റെ കിങ്കരന്മാരായ പടയാളികളെ വാളുമെല്ലാം കൊടുത്ത് ബെത്ലഹേം എന്ന പട്ടണത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, മാതാപിതാക്കളുടെ കൈകളിലിരുന്ന പിഞ്ചോമനകളെ അവർ ബലാത്കാരേണ വലിച്ചെടുത്ത് നിർബാധപതിനെ അരിഞ്ഞു വീഴ്ത്തി കളയുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഈ വാക്യം ഇങ്ങനെ വായിക്കുവാൻ കഴിയും: നിനക്കെതിരായി ഒരു ആയുധം ഫലിക്കയില്ല. ഹെരോദാവിന്റെ ആയുധത്തിൽ നിന്ന് ദൈവം യേശു എന്ന ശിശുവിനെ അത്ഭുതകരമായി പരിപാലിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും ഈ ദൈവം പരിപാലിക്കുന്നവനാണ്. നിങ്ങളെയും അനേകരുടെ ആയുധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവനാണ്. അനേകരുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ കഷ്ടതകൾ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ദാനിയേലിനെതിരായി രേഖ എഴുതിയത് തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അതിനെ അബദ്ധമാക്കി കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലിനെതിരായി രേഖ എഴുതപ്പെട്ടെങ്കിലും ദാനിയേൽ എന്ന മനുഷ്യൻ തകർന്നു പോകുവാൻ ദൈവം സംഗതി വരുത്തിയില്ല. ദൈവം ആ മനുഷ്യൻ അത്ഭുതകരമായി പരിപാലിക്കുകയാണ്. സിംഹത്തിന്റെ കുഴിയിൽ താൻ വീഴേണ്ടി വന്നെങ്കിലും ദൈവം തന്നെ അത്ഭുതകരമായി പരിപാലിക്കുക നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും തുടങ്ങിയുള്ള ഭക്തന്മാരെയും നമുക്ക് ഇങ്ങനെ ദൈവം അത്ഭുതകരമായി തീയുടെ മണം പോലും ഏശാതെ ദൈവം സൂക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വളരെ ആലോചന പറയുന്നതിൽ സമർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു അഹീതോഫേൽ എന്ന ഈ മനുഷ്യൻ. എന്നാൽ അഹീതോഫേലിന്റെ ആലോചനകൾ അബദ്ധപഞ്ചാംഗമായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് എതിരായി ഹാമാൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി ഈ യഹൂദാ ജനത്തെ മുടിച്ചില്ലായ്മ ചെയ്യുവാൻ സർവ്വസന്നാഹങ്ങളും തന്റെ വീടിനിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, വലിയ കഴുമരം മൊർദെഖായിയെ തൂക്കിക്കളയാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ, ആ മൊർദെഖായിയെ മാത്രമല്ല
മൊർദെഖായിയുടെ വംശത്തെയും കുലത്തെയും കൂടെ മുച്ചൂടും മുടിച്ച് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം തന്നെ ദാസനും തന്റെ ജനത്തിനും വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ വായിക്കുന്നത് ശത്രുവിന്റെ പദ്ധതികളെ അബദ്ധമാക്കി കളയുന്ന ദൈവത്തിന്റെ മനോഹരമായ പ്രവൃത്തിയുടെ സൗകര്യങ്ങളല്ലേ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യേശുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലാമെന്ന് വിചാരിച്ച് പത്രോസിനെ തടവറയ്ക്കുള്ളിൽ അടച്ച ഹെരോദാവിന് തെറ്റിപ്പോയി. ഹെരോദാവിന് പത്രോസിനെ കൊല്ലുവാനായിട്ട് സാധിച്ചില്ല. പത്രോസ് അത്ഭുതകരമായി കാരാഗൃഹത്തിന്റെ 3-ാം കാവലും പൊളിച്ച് 3-ാം കാവലിൽ നിന്നും ദൈവം തന്നെ സുരക്ഷിതനാക്കി പുറത്തു കൊണ്ടുവരുന്ന ചേതോഹരമായ കാഴ്ച അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫറവോന്റെ ഇസ്രായേൽ ജനത്തെ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനത്തെ വീണ്ടും തിരികെ കൊണ്ടുപോകാം, മിസ്രയീമിൽ അടിമജവേല ചെയ്യിക്കാം എന്ന മനോരഥത്തോടു കൂടെ ആ പടയാളികളുമായി പാഞ്ഞെടുക്കുന്ന ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിന്റെ ആഴത്തിൽ മുക്കി കൊന്നുകളയുന്ന ആ ദൈവത്തിന്റെ മഹനീയമായ പ്രവൃത്തിയുടെ മകുടമായ ഉദാഹരണം നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നല്ലോ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അത്ഭുതകരമായി ഇവിടെ പരിപാലിക്കപ്പെട്ടതുപോലെ, ദൈവത്താൽ താൻ സുരക്ഷിതനാക്കപ്പെട്ടതുപോലെ, മിസ്രയീമിൽ തനിക്ക് ദൈവ സുരക്ഷ ഒരുക്കിയതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് സൗഖ്യവും സമാധാനവുമേകി നിത്യതയുടെ തുറമുഖത്ത് നാം എത്തിച്ചേരുവോളം നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഒരു സന്ദേശം എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ സകലരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.